നമസ്കാരം. ഡിവൈൻ റെവറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹി ദേവേ നമഃ. മഹാവിഷ്ണുവിൻ്റെ താന്ത്രിക രൂപമായ വരാഹി ദേവി 8 വിധത്തിലുള്ള ദാരിദ്ര്യവും ഇല്ലാതാക്കുന്നവളാണ് എന്നാണ് വിശ്വാസം. വരാഹി ദേവി എന്നാൽ വരാഹരൂപം പൂണ്ട മഹാകാളിയായിട്ടും അഷ്ടലക്ഷ്മിമാരുടെ ഐക്യരൂപമായിട്ടും കാലത്തിൻ്റെ അധിപതിയായ സമയേശ്വരിയായിട്ടും ആരാധിക്കപ്പെടുന്നു. വരാഹി ദേവി എന്നാൽ ആഗ്രഹിക്കുന്നതെന്തും നേടിക്കൊടുക്കുന്ന മഹാശക്തിയാണ്. നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിമിഷനേരത്തിൽ നടക്കാൻ ചൊല്ലേണ്ട ദേവിയുടെ അതിശക്തിയാർന്ന ഗായത്രി മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ആഗ്രഹങ്ങൾ വാരിക്കോരി കൊടുക്കുന്ന ദേവിയാണ് വരാഹി ദേവി. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിനിറ്റുകൾക്കുള്ളിൽ, അതായത് ഞൊടിയിടയിൽ നേടിക്കൊടുക്കുന്ന വരാഹി ദേവിയുടെ ഗായത്രി മന്ത്രമാണിത്. ഏതൊരു കാര്യത്തിനായാലും ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ ഈ മന്ത്രം ചൊല്ലിയിട്ട് പോവുകയാണെങ്കിൽ ആ കാര്യം വിജയകരമായി നടക്കും എന്നാണ്. കാര്യങ്ങൾ അനുകൂലമായി വന്നു ഭവിക്കുന്നതാണ്. ആഗ്രഹങ്ങൾ എന്നാൽ ജെന്യൂനായിട്ടുള്ള ആഗ്രഹങ്ങളെ അമ്മയോട് പറയാവൂ. പെട്ടെന്ന് നേടിത്തരാൻ പറ്റുന്നത്. അതായത് കുറച്ച് കാശിന് അത്യാവശ്യം വന്ന് ഒരാളോട് ചോദിച്ചു, അയാൾ തരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നതിന് മുമ്പ് ഈ മന്ത്രം ഉരുവിട്ടിട്ട് പോയാൽ തീർച്ചയായും അയാൾ ആ ക്യാഷ് തരുന്നതാണ്. അമ്മ അതിനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നാൽ അടുത്ത വീട്ടിലെ ആൾ കാർ വാങ്ങി എനിക്കും വേണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചാൽ അത് നടക്കുന്നതല്ല. അതൊക്കെ ലോങ് ടൈം ആഗ്രഹങ്ങളാണ്. ലോങ് ടൈം ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള മന്ത്രത്തെക്കുറിച്ചുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. കാണാത്തവർ പോയി കണ്ടാൽ മതി. ഈ മന്ത്രം പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്കായി ചൊല്ലേണ്ടതാണ്. ദിവസേന ചൊല്ലാവുന്നതാണ്. കുളി കഴിഞ്ഞ് ശാരീരിക മാനസിക ശുദ്ധി വരുത്തിയിട്ട് പൂജാമുറിയിലോ അല്ലെങ്കിൽ ഒഴിഞ്ഞ ഒരു സ്ഥലത്തോ പോയിരുന്ന് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ്. പിന്നെ ഇരിക്കുമ്പോൾ കസേരയിലോ അല്ലെങ്കിൽ നിലത്ത് ഒരു പായയോ ഒരു ഷീറ്റോ വിരിച്ചിട്ട് വേണം ഇരിക്കാൻ. വെറും തറയിൽ ഇരിക്കാൻ പാടില്ല. കസേരയിലാണ് ഇരിക്കുന്നതെങ്കിൽ കാല് നിലത്ത് മുട്ടാത്ത രീതിക്ക് ഇരിക്കണം. കാരണം നമ്മൾ ചൊല്ലുന്ന മന്ത്രത്തിൻ്റെ എനർജി മണ്ണിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയാണ് ഡയറക്റ്റ് നിലത്തോ ശരീരം തൊടാതെ ഇരിക്കണം എന്ന് പറയുന്നത്. അതിനാൽ കസേരയിലിരിക്കുമ്പോൾ കാല് നിലത്ത് തൊടാതിരിക്കുക. വെറും തറയിലിരിക്കാതെ ഒരു പായോ ഷീറ്റോ ഉപയോഗിച്ച് ഇരിക്കുക. ഈ മന്ത്രം 21 തവണ അല്ലെങ്കിൽ 108 തവണയാണ് ചൊല്ലേണ്ടത്. അത് ഓരോരുത്തരുടെ സമയവും ഇഷ്ടവും നോക്കി ചെയ്യുക. എന്നാൽ 108 തവണ ചൊല്ലിയാൽ പെട്ടെന്ന് ഫലസിദ്ധി വരും. അമ്മയുടെ ശക്തിയേറിയ ഗായത്രി മന്ത്രം ഇതാണ്. ഓം ശ്യാമളായ വിദ്മഹേ ഹലഹസ്തായ ധീമഹി തന്നോ വരാഹി പ്രചോദയാത്. 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 ഓം ശ്യാമളായ വിദ്മഹേ ഹലഹസ്തായ ധീമഹി
तन्नो वराहि प्रचोदयात्। ॐ श्यामलाय विद्महे हलहस्ताय धीमहि 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 तन्नो वराहि प्रचोदयात्।
ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പക്കത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.